നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ചൂട് കൂടുന്നു, പാമ്പുകടിയും കൂടുന്നു. മണ്ണ് വെന്ത് നീറുമ്പോൾ മാളങ്ങൾ വിട്ട് തണുപ്പും തണലും തേടി പാമ്പുകൾ പുറത്തേക്ക് വരുന്നു. ഗ്രാമത്തിലും പട്ടണത്തിലും സിറ്റികളിലുമെല്ലാം പാമ്പുകൾ പ്രത്യക്ഷപ്പെടുന്നു. വേനൽക്കാലത്ത് പാമ്പുകൾക്ക് വിഷം കൂടുമെന്നും മനുഷ്യവാസ സ്ഥലത്തും വീടുകളിലും റോഡുകളിലും വാഹനത്തിലുമൊക്കെ പാമ്പുകൾ കയറിക്കൂടും. വനത്തിൽ ചൂട് കൂടിയതും ജല ഉറവുകൾ വറ്റിയതും വനത്തിലെ പാമ്പുകൾ കൂട്ടമായി നാട്ടിൻപുറത്തേക്ക് ഇറങ്ങാനും കാരണമായിട്ടുണ്ട്. അതീവ ജാഗ്രതയാണ് എല്ലാവരും ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടത്. സൂക്ഷിച്ചാൽ ജീവൻ നഷ്ടപ്പെടുന്നതും വലിയ അത്യാഹിതവും ഒക്കെ നമുക്ക് ഒഴിവാക്കാം. പ്രശസ്ത പാമ്പ് പിടുത്തക്കാരൻ ബാബ സുരേഷ് ഇത് സംബന്ധിച്ച് നൽകുന്ന വിവരങ്ങളാണ് ഇവയെല്ലാം. രാത്രി വീട്ടിൽ ഇരുട്ടത്ത് നടക്കുമ്പോൾ ഉറച്ച കാലടികളോടെ വേണം നടക്കാൻ. ശബ്ദം കേട്ട പാമ്പുകൾ അവിടെ നിന്നും മാറിപ്പോകും. കുറ്റിക്കാടുകൾ, പുല്ലുകൾ, വളർന്നു നിൽക്കുന്ന സ്ഥലം എന്നിവിടങ്ങളിൽ ഒരിക്കലും വണ്ടി പാർക്ക് ചെയ്യരുത്. ഇരുചക്ര വാഹനങ്ങൾ പ്രത്യേകിച്ച്. ഹെൽമെറ്റും ബൈക്കും ജാക്കറ്റുമെല്ലാം നന്നായി പരിശോധിച്ച ശേഷം മാത്രം ഉപയോഗിക്കാവൂ. നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് മൂർഖൻ പാമ്പുകൾ ഇണചേരുന്ന സമയം. ഈ സമയത്ത് പാമ്പുകൾ വ്യാപകമായി ജനവാസ മേഖലകളിലേക്ക് എത്തുന്നതായി കാണാറുണ്ട്. ഫെബ്രുവരി മാസത്തിലാണ് അണലി മുട്ടയിടുന്നത്. തണുപ്പ് ലഭിക്കുന്ന പ്രദേശങ്ങളിലേക്കാണ് ഇവ മുട്ടയിടാനായി എത്തുക. ഇക്കാരണത്താലാണ് ഈ മാസങ്ങളിൽ ജനവാസ മേഖലകളിൽ പാമ്പ് ശല്യം രൂക്ഷമാകുന്നതെന്നും ബാബ സുരേഷ് പറയുന്നു. ചൂട് കൂടുതലായതിനാൽ ചപ്പുചവറുകൾ കൂട്ടിക്കിടക്കുന്ന സ്ഥലത്താണ് ഇവ തണുപ്പ് തേടി എത്തുന്നത്. ഇക്കാരണത്താൽ ഒരു കാരണവശാലും ചപ്പുചവറുകൾ വീട്ടിന് സമീപം കൂട്ടിയിടാൻ പാടില്ല. വെള്ളം തേടിയാണ് ഇവ അടുക്കള ഭാഗം പോലെ നനവുള്ള പ്രദേശത്തേക്ക് എത്തുന്നത്. വെള്ളമുള്ള ഭാഗങ്ങളിലാണ് ഇവ കൂടുതലായും എത്തുന്നതും. വീടിന്റെ പരിസരം വൃത്തിയാക്കിയിടുന്നതാണ് ഏറ്റവും പ്രധാനം. തണുപ്പ് കിട്ടുന്ന ഒന്നും വീടിന് സമീപത്ത് കൂട്ടിവെക്കരുത്. രാത്രിയിൽ വരാന്തയിൽ വെച്ചിരിക്കുന്ന ഷൂ പോലുള്ളവ എടുത്തു ധരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രാത്രി വീട്ടിൽ ഇരുട്ടത്ത് നടക്കുമ്പോൾ ഉറച്ച കാലടികളോടെ വേണം നടക്കാൻ. ശബ്ദം കേട്ട പാമ്പുകൾ അവിടെ നിന്ന് മാറിപ്പോകും. കുറ്റിക്കാടുകൾ, പുല്ലുകൾ വളർന്നു നിൽക്കുന്ന സ്ഥലം എന്നിവിടങ്ങളിൽ ഒരിക്കലും വണ്ടി പാർക്ക് ചെയ്യരുത്. 3 ആഴ്ച ഇടവിട്ട് രാത്രി വീടിന് ചുറ്റും പെട്രോളോ ഡീസലോ മണ്ണെണ്ണയോ വെള്ളവുമായി കലർത്തി സ്പ്രേ ചെയ്യുന്നത് നല്ലതാണെന്നാണ് പാമ്പുകളിൽ നിന്ന് രക്ഷ നേടാൻ ബാബ സുരേഷ് മുന്നോട്ട് വെക്കുന്ന മാർഗം. വാതിലിനടുത്തും വരാന്തയിലും വീട്ടിൽ നിന്നും മാറിയുള്ള ബാത്റൂമിനും സമീപത്തും ഒക്കെ ഇവ സ്പ്രേ ചെയ്യേണ്ടതാണ്. 90% വെള്ളത്തിലാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. ഭക്ഷണം തേടി വരുന്ന പാമ്പുകൾ ഇരയെ കണ്ടെത്തുന്നത് നാവ് കൊണ്ടാണ്. ഇത്തരത്തിൽ ഈ മിശ്രിതത്തിൽ നാവ് തട്ടിയാൽ പാമ്പ് ഇവിടെ നിന്ന് പെട്ടെന്ന് പോകുമെന്നാണ് ബാബ സുരേഷ് പറയുന്നത്. ഒരു പരിധിവരെ പാമ്പുകളെ മാറ്റി നിർത്താൻ ഇത് സഹായകമാവും. പാമ്പുകടിയേറ്റ ആളെ ഒരിക്കലും ഭയപ്പെടുത്തരുത്. അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. പലപ്പോഴും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് പാമ്പ് കടിച്ചയാളുടെ കാലിന് മുകളിൽ കയറ് പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് മുറുക്കി കെട്ടുന്നത്. ഇതൊരിക്കലും ചെയ്യരുത്. രക്തയോട്ടം തടസ്സപ്പെടും വിധം കയറുപയോഗിച്ച് മുറിവിന് മുകളിൽ കെട്ടരുത്. അതിനു പകരം തുണി ഉപയോഗിച്ച് കെട്ടുകയാണ് വേണ്ടത്. 2-3 വിരലിന്റെ വീതിയിൽ തുണി മടക്കി മുറിവിന് ഏകദേശം 8-9 ഇഞ്ച് മുകളിലായി കെട്ടുകയാണ് വേണ്ടത്. ഇതുപോലെ ഒരു കെട്ട് കൂടി ആദ്യത്തെ കെട്ടിന് മുകളിൽ കെട്ടണം. അതിനുശേഷം എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണം. ഇനി കയ്യിലാണ് കെട്ടുന്നതെങ്കിൽ കടിയേറ്റ ഭാഗം നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ് വേണ്ടത്. കടി കാലിനാണ് ഏറ്റതെങ്കിൽ ഒരിക്കലും കാല് തൂക്കിയിടരുത്, കിടത്തുകയും ചെയ്യരുത്. മറിച്ച് കസേരയിൽ ഇരുത്തി കാല് ഉയർത്തി നീട്ടിവെച്ചാണ് ആശുപത്രിയിൽ എത്തിക്കേണ്ടത്. നടക്കാനും സമ്മതിക്കരുത്. ഇന്ത്യയിൽ ഏതുതരം പാമ്പ് കടിച്ചാലും ഒരു മരുന്നേ ഉള്ളൂ. അത് ആന്റിവെനമാണെന്നാണ് ബാബ സുരേഷ് പറയുന്നു. ഏത് പാമ്പ് കടിച്ചാലും ആശുപത്രിയിൽ ഇതേ മരുന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പാമ്പ് ഏതാണ് കടിച്ചതെന്ന അറിഞ്ഞില്ലെന്ന തരത്തിൽ ടെൻഷൻ വേണ്ട. ആശുപത്രിയിൽ ചെല്ലുമ്പോൾ തന്നെ നടത്തുന്ന ആദ്യത്തെ രക്തപരിശോധനയിൽ തന്നെ കടിച്ചത് വിഷമുള്ള പാമ്പാണോ വിഷമില്ലാത്ത പാമ്പാണോ എന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് അത്തരത്തിൽ ടെൻഷൻ അടിക്കാതെ വേഗം പാമ്പ് കടിയേറ്റ വ്യക്തിയെ ആശുപത്രിയിൽ എത്തിക്കുകയാണ് വേണ്ടത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.